JP ട്രോളിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് മലയാളികളുടെ പ്രിയ നടൻ സലിംകുമാർ ഏട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നോർത്ത് പറവൂരിലാണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എറണാകുളം ജില്ലയിലെ പറവൂരിൽ ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ ഇളയ മകനായി 1969 ഒക്ടോബർ 9 സലിംകുമാർ ജനിച്ചു. വടക്കൻ പറവൂരിലുള്ള ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂളിലും ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലുമായിട്ടാണ് സലിംകുമാർ തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. മാല്യങ്കര SNM കോളേജിലെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം എറണാകുളം മഹാരാജ് കോളേജിൽ നിന്നും അദ്ദേഹം ബിരുദമെടുത്തു. മഹാത്മാഗാന്ധി സർവകലാശാല യുവജനോത്സവത്തിൽ മിമിക്രിയിൽ 3 തവണ ഇദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. സലിംകുമാർ തന്റെ മിമിക്രി ജീവിതം ആരംഭിച്ചത് കൊച്ചിൻ കലാഭവനിലാണ്. പിന്നീട് ഇദ്ദേഹം കൊച്ചിൻ സാഗർ എന്ന മിമിക്രി ഗ്രൂപ്പിൽ ചേർന്നു. ഏഷ്യാനെറ്റിന് മുൻപ് സംപ്രേഷണം ചെയ്ത കോമിക്കോള എന്ന പരിപാടിയിൽ ഇദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. കാർഷിക രംഗത്തും സലിംകുമാർ സജീവമാണ്. ഇഷ്ടമാണ് 100 വട്ടം എന്ന സിനിമയാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം. 2000 വിജയ് തമ്പി സംവിധാനം ചെയ്ത സത്യമേവ ജയതയിലെ കള്ളൻ്റെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു. ഈ ചിത്രത്തിലെ പ്രകടനമാണ് തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിലേക്ക് സംവിധായകൻ റാഫി മെക്കാട്ടിൻ്റെയും സലീമിനെ വിളിക്കാൻ കാരണമായത്. തെങ്കാശിപ്പട്ടണം ഹിറ്റായതോടെ സലിംകുമാറിന് തിരക്കായി. പിന്നീട് ഒട്ടേറെ സിനിമകളിലെ ഹാസ്യ നടനായുള്ള റോളുകൾ ഇദ്ദേഹത്തെ തേടി വന്നു. പിന്നീട് അങ്ങോട്ട് ദിലീപ്, ഹരിശ്രീ അശോകൻ, സലിംകുമാർ ടീം എപ്പോഴെല്ലാം സ്ക്രീനിൽ ഒന്നിച്ചോ അപ്പോഴെല്ലാം തിയേറ്ററിൽ പൊട്ടിച്ചിരികൾ അലയടിച്ചു. മീശ മാധവനിലെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, ചതിക്കാത്ത എന്തൊരു ഡാൻസർ വിക്രം, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ, കല്യാണരാമനിലെ പ്യാരി, മായാവിയിലെ ആശാൻ, തിളക്കത്തിലെ ഓമനക്കൂട്ടൻ എന്നിവ അതിൽ ചിലത് മാത്രം. 2004 കമലിൻ്റെ സംവിധാനത്തൊരുങ്ങിയ പെരുമഴക്കാലമായിരുന്നു സലിംകുമാറിലെ നടൻ്റെ മറ്റൊരു മുഖം പ്രേക്ഷകർ കണ്ടത്. അതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു തമാശ പോലും പറയാതെ നടൻ എന്ന രീതിയിൽ സലിംകുമാർ അതിൽ തിളങ്ങി. മേരിക്കുണ്ടൊരു കുഞ്ഞാടിലെ ലോനപ്പൻ ആദ്യം ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു. ദീപു കരുണാകരൻ്റെ ഫയർമാനിലെ നരേന്ദ്രൻ ആചാര്യയുടെ അല്പം ദുരൂഹത നിറഞ്ഞ കഥാപാത്രമായി. അതിനിടെ ധനുഷിനൊപ്പം തമിഴിൽ മാരിയിലും സലിംകുമാർ വേഷമിട്ടു. 2005 ബാബു ജനാർദ്ദൻ്റെ തിരക്കഥയിൽ ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട്ടിലെ സാമുവലിൻ്റെ വേദന അതേ തീവ്രതയോടെ പ്രേക്ഷകരും അനുഭവിച്ചു. ലാൽ ജോസിൻ്റെ ഈ ചിത്രത്തിലെ അഭിനയത്തിന് സലിംകുമാറിന് 2007 മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. നമ്മളിപ്പോൾ സലിംകുമാറിൻ്റെ വീടിൻ്റെ ആ വഴിയിലേക്ക് കയറിയിട്ടുണ്ട്. ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ നായക കഥാപാത്രം പ്രേക്ഷകരിലേക്ക് എത്തിയതോടെയാണ് സലിംകുമാറിൻ്റെ അഭിനയശേഷി പ്രശംസിക്കപ്പെട്ടു തുടങ്ങിയത്. മലയാളികളുടെ പ്രിയങ്കരനായ സലിംകുമാറിൻ്റെ വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2011 പുറത്തിറങ്ങിയ ആദാമിൻ്റെ മകൻ അബുവിലൂടെ വിസ്മയം തീർക്കാനാകുമെന്ന് വീണ്ടും സലിംകുമാർ തെളിയിച്ചു. ദേശീയ അവാർഡുകൾ വാരിക്കൂട്ടിയ ഈ ചിത്രത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം സലിംകുമാർ ലഭിച്ചു. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിൽ 2012 മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കി.